ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച മലയാളം വാനോളം ലാൽസലാം എന്ന പരിപാടിയിൽ വെച്ച് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ തൻ്റെ പരിഭവം വെളിപ്പെടുത്തിയിരുന്നു. മോഹൻലാലിന് ആദ്യത്തെ ദേശീയ അവാർഡ് നൽകിയ ജൂറിയുടെ അധ്യക്ഷനായിരുന്നു താനെന്നും അടൂർ കൂട്ടത്തിൽ ഓർമ്മിപ്പിച്ചു. 2004 സിനിമാ ലോകത്തെ സമഗ്ര സംഭാവന പരിഗണിച്ച് അടൂർ ഗോപാലകൃഷ്ണന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് സമ്മാനിച്ചത്. എന്നാൽ തനിക്ക് ഇതേ പുരസ്കാരം ലഭിച്ചപ്പോൾ ആഘോഷങ്ങളോ അല്ലെങ്കിൽ ആദരവ് പ്രകടിപ്പിക്കലോ ഉണ്ടായിരുന്നില്ല എന്നാണ് സംവിധായകൻ അടൂർ പരിഭവം പോലെ പറഞ്ഞത്. 2 ദശാബ്ദം മുമ്പ് എനിക്ക് അവാർഡ് ലഭിച്ചപ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങളോ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും പ്രത്യേക താല്പര്യമെടുത്താണ് മോഹൻലാലിനെ ആദരിക്കുന്നത്. അതിലെനിക്ക് നിങ്ങൾ എല്ലാവരോടുമൊപ്പം വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഇതായിരുന്നു അടൂരിൻ്റെ വാക്കുകൾ. എനിക്ക് മോഹൻലാലിനൊപ്പം പ്രവർത്തിക്കാൻ ഇനിയും അവസരം കിട്ടിയിട്ടില്ല, അത് സംഭവിച്ചില്ല. പക്ഷേ മോഹൻലാലിൻ്റെ കഴിവുകളെപ്പറ്റി അങ്ങേയറ്റം അഭിമാനിക്കുകയും ആദരവ് നൽകുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മോഹൻലാലിന് അഭിനയത്തിനുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് നൽകുന്ന ജൂറിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു ഞാൻ. ദേശീയ തലത്തിൽ അദ്ദേഹത്തിനുള്ള ബഹുമതികൾ ആരംഭിക്കുന്നത് അവിടെയാണ്. അക്കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ടെന്നും അടൂർ പറഞ്ഞു. ഓരോ മലയാളിക്കും സ്വന്തം പ്രതിബിംബം മോഹൻലാലിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെയെല്ലാം സ്നേഹപാത്രമായി അദ്ദേഹം മാറിയത്. മോഹൻലാലിന് ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന അഭിനയ ജീവിതവും കൂടുതൽ വിജയവും ഉണ്ടാവട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. തൻ്റെ മറുപടി പ്രസംഗത്തിൽ മോഹൻലാൽ അടൂർ ഗോപാലകൃഷ്ണനെ പരാമർശിക്കുകയും ചെയ്തു. എന്നെക്കുറിച്ച് ആദ്യമായി എന്ന് തുടങ്ങി പകുതി വെച്ച് നിർത്തിയിട്ട്, അല്ല, ഒരുപക്ഷെ ഒരുപാട് സദസ്സുകളിൽ എന്നെക്കുറിച്ച് സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. വാസ്തവത്തിൽ അവിടെ നല്ല അഭിനയം കാഴ്ചവെച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ്. കാരണം ഈ അടുത്ത കാലം വരെ മോഹൻലാൽ എന്ന നടനെയും താരത്തെയും അംഗീകരിക്കാനോ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റാനോ തയ്യാറാവാത്ത ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ മോഹൻലാലിനെ കുറിച്ചുള്ള ഒരു പരാമർശവും വൈറലായി മാറിയിരുന്നു. മോഹൻലാൽ എന്ന സൂപ്പർ താരത്തെക്കുറിച്ച് തൻ്റെ മനസ്സിലൊരു ഇമേജ് ഉണ്ടെന്നും അത് തനിക്ക് ഒട്ടും പറ്റുന്ന ഒന്നല്ല എന്നുമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. മോഹൻലാലിനെക്കുറിച്ച് പറയുമ്പോൾ സിനിമയിൽ വല്ലാത്തൊരു ഇമേജാണ് അങ്ങേർക്കുള്ളത്. ഒരു നല്ലവനായ റൗഡി. എനിക്ക് ആ ഒരു തരം റോളുകൾ പറ്റില്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ, അത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ ഒക്കുകയില്ല. നല്ലവനായ ഒരു റൗഡി എന്ന് പറഞ്ഞാൽ ആ തരം കഥാപാത്രങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല. റൗഡി എപ്പോഴും റൗഡി തന്നെയാണ്. അയാൾ എങ്ങനെയാണ് നല്ലവനാകുന്നത്? ഇതാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത്. റൗഡി അല്ലാതെയും ഒരുപാട് സിനിമകൾ മോഹൻലാൽ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉറച്ചിരിക്കുന്ന ഒരു ഇമേജ് അതാണെന്ന് പറഞ്ഞ് സ്വന്തം വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഇന്നലെ ആരാധകർ മോഹൻലാലിൻ്റെ വാക്കുകൾക്ക് കൈയടിക്കുമ്പോൾ അടൂരിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. അടൂരിന് കൃത്യമായ മറുപടി മോഹൻലാൽ നൽകിയെന്നും സംവിധായകൻ അത് അറിയിക്കുന്നു എന്നുമാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. ആദ്യമായാണ് ഒരു മലയാള നടന് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്, ജനകീയനായ ഒരു സൂപ്പർ താരത്തിന്. അപ്പോൾ സർക്കാർ അത് വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മോഹൻലാൽ ചിത്രങ്ങൾക്ക് ആളുകൾ ഇടിച്ചു കയറുമ്പോൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അടൂരിൻ്റെ സിനിമകൾ കാണാൻ എത്തുന്നത്. അടൂർ സിനിമകളുടെ നിലവാരം ഉയർന്നത് തന്നെ ആയിരിക്കാം. പക്ഷേ ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ ആ നിലയിൽ കൂടിയാണ് മോഹൻലാലിനെ ഇങ്ങനെ ആദരിക്കുന്നത്. ലാലിൻ്റെ സ്ഥാനത്ത് അടൂരിനെയാണ് സർക്കാർ ആദരിച്ചെങ്കിൽ എത്ര പേര് ആ ചടങ്ങിൽ വരുമായിരുന്നു എന്നും കൂടെ ആലോചിക്കുക.